നിരഞ്ജന തന്നെ സുധിയോട് പറഞ്ഞ കാര്യമാണിത്. ഏത് നിമിഷവും ഡിവേഴ്സിന് അവിടെ തയ്യാറാണെന്ന്. ഞാനത് അവരോട് ചോദിച്ചു. എന്നോട് അർച്ചനയെ കണ്ടെത്തി കൊടുക്കാനാണ് അവള് പറഞ്ഞത്. കുഞ്ഞുമായി അവിടെ എവിടേക്കെങ്കിലും പൊയ്ക്കോളാമെന്ന്. സുധി ഒരു വാക്ക് പറഞ്ഞ പിന്നെ അവരോട് നിൽക്കില്ല. സുധിയുടെ കുളരായ്മകൾ അറിഞ്ഞിട്ടും കൂടെ നിന്ന പെണ്ണാ നിരഞ്ജന. മറ്റേതെങ്കിലും ഒരു പെണ്ണായിരുന്നെങ്കിൽ എന്നെ ഡിവേഴ്സ് കഴിഞ്ഞേനെ. ഇനിയും അവഗണനകൾ സഹിച്ചുകൊണ്ട് അവൾ അവന്റെ കൂടെ നിൽക്കില്ല. സുധിയിലൊരു മാറ്റം വരുമെന്ന വിശ്വാസവും എനിക്കില്ല. സാർ എന്താ പറഞ്ഞു വരുന്നത്? നിരഞ്ജന പോകുന്നെങ്കിൽ പോകട്ടെ എന്നാണോ? ഞാനും ജയന്തിയും അത് ആഗ്രഹിച്ചിരുന്നേനെ. സുധിക്കൊപ്പം ജീവിക്കാൻ അർച്ചനയ്ക്കൊരു മനസ്സുണ്ടായിരുന്നെങ്കിൽ. ഒരു കാലത്തും അർച്ചന അതിന് തയ്യാറാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല സാർ. കുഞ്ഞിന്റെ അച്ഛൻ സുധി ആയതുകൊണ്ട് മാത്രമല്ല, നിരഞ്ജന എങ്ങനെയാണ് തന്റെ കുഞ്ഞിനെ വളർത്തുന്നതെന്ന് മനസ്സിലാക്കിയിട്ടാ കുഞ്ഞിനെ വിട്ടുപോരാൻ അർച്ചന തയ്യാറായത്. കുഞ്ഞിന്റെ കാര്യത്തിൽ നിരഞ്ജനയ്ക്ക് താല്പര്യക്കുറവ് തോന്നിയെങ്കിൽ അർച്ചന കുഞ്ഞുമായിട്ട് എന്നേ കടന്നു കളഞ്ഞേനെ. പിന്നെ അവളുടെ മുന്നിലേക്ക് ചെല്ലാൻ ആർക്കും കഴിയില്ലായിരുന്നു. സ്വന്തം കുഞ്ഞായിട്ടാ നിരഞ്ജന ഇപ്പോഴും അതിനെ കാണുന്നത്. കുഞ്ഞ് സുധിയുടെ ആണെന്ന സത്യം അവൾക്കറിയില്ല. കുഞ്ഞുമായി ഒഴിഞ്ഞു പോകാമെന്ന് പറയുന്ന അവരോട് എനിക്കത് പറയാൻ കഴിയുമോ? അർച്ചനയ്ക്ക് സുധിയോട് ഇഷ്ടമുണ്ടായിരുന്നെങ്കിൽ ഞാനത് പറഞ്ഞേനെ. നിരഞ്ജന കുഞ്ഞുമായി പോയാൽ സംഭവിക്കാൻ പോകുന്ന എന്താണെന്ന് ഫൈസിക്ക് അറിയാമല്ലോ. അതിനെപ്പറ്റി ഞാൻ ബോധവാനാണ് സർ. അർച്ചന സുധിയെ അകറ്റി നിർത്തും. കുഞ്ഞിനു വേണ്ടി അവൾ പരസ്യ നിലപാടെടുത്തുവെന്നും വരും. അങ്ങനെ സംഭവിച്ചാൽ ആർക്കും വേണ്ടാതെ ഒറ്റപ്പെട്ടു പോകുന്നത് എന്റെ മോനാവും. എനിക്കത് കാണാനുള്ള കരുത്തില്ല. മരിച്ചാൽ പോലും എനിക്ക് ആത്മശാന്തി കിട്ടില്ല. ഇപ്പോ എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നത് ഫൈസിക്ക് മാത്രമാണ്. നിരഞ്ജനെ പറഞ്ഞ് സമാധാനിപ്പിച്ച് നിർത്തണം. ഞാനതിന് ശ്രമിക്കാം സർ. പിന്നെ ഫൈസി ചെന്ന് അർച്ചനയെ കാണണം. ഏത് നിമിഷവും സുധി അവളുടെ മുന്നിലെത്തുമെന്ന് അറിയിക്കണം. അറിയിക്കാം സർ. സമീപനത്തോടെ സുധിയെ നേരിടാൻ അവൾ തയ്യാറായാൽ ഒരുപക്ഷെ അവനെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞേക്കും. കുഞ്ഞിനെ അബോർട്ട് ചെയ്തെന്ന് വേണം അവൾ അവനോട് പറയാൻ. അവരുടെ വിവാഹം ഉറപ്പിച്ചെന്നുകൂടി അർച്ചനയ്ക്ക് പറയാനായാൽ സുധിക്ക് പിന്നെ ഒന്നിനും കഴിയാതാവും. ഒരു ഭാര്യയും കുഞ്ഞുമുള്ള കാര്യം അവൾ ഓർമ്മപ്പെടുത്തി അവനെ മടക്കി അയക്കണം. അർച്ചനയോട് വിവരങ്ങൾ ഞാൻ പറയാം സർ. ഞാനിത് പറഞ്ഞില്ലെങ്കിലും സുധിയെ നേരിടാൻ അവൾക്ക് കഴിയും. ഫോണിൽ വേണ്ട, നേരിട്ട് കണ്ടു വേണം ഫൈസി അവരോട് സംസാരിക്കാൻ. ഞാൻ നാളെ തന്നെ പോവാം സർ. എങ്കിൽ ഏറ്റവും നല്ലത്. ഒരു മിനിറ്റ്. ഹലോ, കാണേണ്ടത് അർച്ചനയല്ല, നിരഞ്ജനയാ. സുധിയെ പിടിച്ചു നിർത്താൻ മനസ്സ് കാണിക്കേണ്ടത് അവളാ. കാർത്തി ചേച്ചി നല്ല ഉഷാറായിട്ടുണ്ടല്ലോ. സൂക്ഷിക്കണം കേട്ടോ. സുഖല്ലേ കാർത്തി ചേച്ചിക്ക്? സമയത്തിന് തരുന്ന ഭക്ഷണമൊക്കെ കഴിക്കണം. പിന്നെ ആരോടും വഴക്കിനൊന്നും പോവരുത്. നല്ല അനുസരണയോടെ കഴിഞ്ഞാലേ ഈ മുറിന്ന് പുറത്തിറക്കൂ. അല്ലെങ്കിൽ ഇവിടെ തന്നെ അടച്ചിടും. എന്നും ഈ മുറിയിൽ കിടന്നാ മതിയോ? പുറത്തിറങ്ങണമെന്ന് ആഗ്രഹമില്ലേ? കാർത്തി ചേച്ചിക്ക് ഒന്നും പറ്റിയിട്ടില്ല. ചേച്ചി എന്നെ ശരിക്കും ഓർക്കുന്നുണ്ടോ? അറിയോ എന്നെ? അതോ വെറുതെ തലയാട്ടിയതാണോ? അല്ല. അയ്യോ, സങ്കടപ്പെടല്ലേ. കാർത്തി ചേച്ചിക്ക് വേഗം ഇവിടെ നിറങ്ങാം. സമയത്ത് മരുന്നെല്ലാം കഴിക്കണേ ചേച്ചി. എന്നാ ഞാൻ പോയിട്ട് മറ്റൊരു ദിവസം വരാം.
എന്തിനാ ചേച്ചി ഇങ്ങനെ നോക്കുന്നത്? അയ്യോ, സങ്കടായല്ലോ. ചേച്ചി ഇവിടെ നിൽക്കാനുള്ള സമയം കഴിഞ്ഞിട്ടല്ലേ. ഞാൻ പോയിട്ട് വരാം ചേച്ചി. ഞാൻ വരും. ചേച്ചി സന്തോഷായിട്ടിരിക്കും. എന്താ ചേച്ചി, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയൂ. കാർത്തു ചേച്ചിയുടെ സംസാരം കേൾക്കാനല്ലേ ഞാനിവിടെ നിന്നത്. എന്തേലും പറയൂ ചേച്ചി. അയ്യോ, കരയില്ലേ ചേച്ചി? ചേച്ചിയുടെ അസുഖമൊക്കെ ഭേദായില്ലേ? ചേച്ചി, ഞാൻ പോയിട്ട് വരാം. സമയായി. ഹായ് സുധി. ഹായ് നന്ദിത. സുധി എന്താ ഇവിടെ? ഞാനൊരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി വന്നതാ. നിരഞ്ജന എവിടെ? നിരഞ്ജന കോർട്ടിലാണെന്ന് തോന്നുന്നു. അപ്പോ വൈഫ് എവിടെ ഉണ്ടെന്ന് പോലും സുധിക്ക് അറിയില്ല അല്ലേ? നന്ദിതയുടെ ചോദ്യത്തിന് ഒരു മുനയുണ്ടല്ലോ. ഭാര്യയുടെ മുഴുവൻ ആക്ടിവിറ്റീസ് നോക്കിയിരിക്കാൻ ഭർത്താവിന് കഴിയില്ല. അവളൊരു അഡ്വക്കേറ്റ് അല്ലേ. അവൾക്ക് അവളുടേതായ തിരക്കുകൾ കാണും. തിരക്കുകൾ ആർക്കാ ഇല്ലാത്ത സുധി? ആ തിരക്കുകൾക്കിടയിലും പലതും അവഗണിക്കപ്പെട്ടു പോകാതിരിക്കാനാണ് ശ്രമിക്കേണ്ടത്. ആരെ അവഗണിച്ചെന്നാ നന്ദിത ഈ പറയുന്നത്? നന്ദിത എന്തോ മനസ്സിൽ വെച്ചാ സംസാരിക്കുന്നത്. ഞാൻ വളരെ ഫ്രാങ്ക് ആണ്. മനസ്സിലുള്ളത് മറച്ചു വെച്ച് സംസാരിക്കുന്ന ശീലം എനിക്കില്ല. അതിന് മാത്രം നന്ദിതയ്ക്ക് എന്താ എന്നോട് പറയാനുള്ളത്? സുധിയും നിരഞ്ജനയും നല്ല ടേംസിലല്ലാന്നൊക്കെ എനിക്കറിയാം. നന്ദിതയോട് ഇതാരാ പറഞ്ഞത്? നിരഞ്ജനയാണോ? നിരഞ്ജനയ്ക്ക് എങ്ങനെ പറയാൻ പറ്റും? ഒന്നല്ല, പല തവണ സുധി ബാറിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സുധിയെപ്പോലെ ഒരാൾ പരസ്യമായിട്ട് ബാറിൽ കയറണമെങ്കിൽ അതിലെന്തെങ്കിലും കാരണം ഉണ്ടാവില്ലേ? ബാറ് മദ്യപിക്കാനുള്ള സ്ഥലമാണെന്ന് സുധിക്ക് വേണമെങ്കിൽ തിരിച്ചു പറയാം. നിരഞ്ജനെ പോലെ ഒരു പെണ്ണിന്റെ മുന്നിൽ സുധി മദ്യപിച്ച് ചെല്ലണമെങ്കിൽ അതിനൊരു കാരണമുണ്ടെന്ന് ആർക്കാ ഊഹിക്കാൻ പറ്റാത്തത്? ഒരു നല്ല സുഹൃത്തെന്ന നിലയിൽ ഞാൻ ചോദിക്കുക, എന്താ സുധി നിങ്ങൾക്കിടയിലെ പ്രശ്നം? ഇത്രയൊക്കെ മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ ഈ ചോദ്യം എന്തുകൊണ്ട് നന്ദിത നിരഞ്ജനയോട് ചോദിച്ചില്ല? ഞാൻ ചോദിച്ചില്ലെന്നാണോ സുധി കരുതുന്നത്? ആദ്യം ഒന്നും മറുപടി പറയാൻ അവൾ തയ്യാറായില്ല. ഒടുവിൽ അവൾ ചില സൂചനകൾ തന്നു. സുധിക്കൊരു പൂർവ്വകാല ബന്ധമുണ്ടായിരുന്നു. അതൊക്കെ ആർക്കാ സുധി ഇല്ലാത്തത്? സുധി ഇപ്പൊ ഒരു ഭർത്താവാണ്, ഒരു കുഞ്ഞിന്റെ അച്ഛനാണ്. സുധിയുടെ കഴിഞ്ഞുപോയ കാലങ്ങളിൽ അവൾക്ക് ഒരു ബന്ധവുമില്ല. പിന്നെന്തിനാ നിരഞ്ജനെ വേദനിപ്പിക്കുന്നത്? ഇത് നിരഞ്ജന നന്ദിതയെ കൊണ്ട് പറയിപ്പിച്ചതോ അതോ നന്ദിതയുടെ ഉപദേശമാണോ? അതാണ് എനിക്ക് അറിയേണ്ടത്. സുധിയുടെ ചോദ്യത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്കിടയിൽ അകലം മനസ്സിലാക്കാൻ എനിക്ക് കഴിയും. അഡ്വക്കേറ്റ് നന്ദിതാഹരന്റെ ഇന്നലകളെക്കുറിച്ച് എനിക്കും ചിലതൊക്കെ അറിയാം. ഒരു കുടുംബം കൊണ്ടുപോകാൻ ഇത്രയും പ്രാപ്തിയുണ്ടായിരുന്നെങ്കിൽ എന്തേ അതൊരു ഡിവോഴ്സിൽ കലാശിച്ചു? സ്വന്തം കഴിവുകേടുകൾ മറച്ചുവെച്ച് മറ്റുള്ളവരെ ഉപദേശിക്കാൻ ഇറങ്ങി പുറപ്പെടുന്നതിന് മുമ്പ് ഇതൊക്കെ ഒന്ന് ഓർക്കണം. സ്വന്തം സ്വരം നന്നാക്കിയിട്ട് മതി മറ്റുള്ളവരെ പാട്ട് പഠിപ്പിക്കാൻ. ഉറങ്ങാം. എന്റെ മോൻ കുറച്ചു നേരം തൊട്ടിലേക്ക് കിടക്കേ. ഉറങ്ങിക്കോട്ടോ.
ഇന്നലെയാണല്ലോ. നേരത്തെ വന്ന അതും ഒരു വിശേഷമായോ? പതിവില്ലാത്ത പെരുമാറ്റങ്ങളാണ് പലപ്പോഴും വിശേഷങ്ങളായി മാറുന്നത്. ഞാനും അത് അറിയുന്നുണ്ട്. നമ്മുടെ 4 ചുവരുകൾക്കുള്ളിൽ നടക്കുന്ന പല കാര്യങ്ങളും പൊതുവഴിയിൽ വരെ ചർച്ച ചെയ്യാൻ തുടങ്ങി. ഇത്രയും കാലം വീട്ടുകാരുടെ ഉപദേശമായിരുന്നു, ഇപ്പം വക്കീലിൻ്റെതായി. ഇനി ആരെയാണ് നിരഞ്ജന എൻ്റെ അടുത്തേക്ക് അയക്കുന്നത്? സുധിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതൊന്ന് തെളിച്ചു പറ. എന്റെ പേര് പറഞ്ഞ് ആരാ സുധിയെ കാണാൻ വന്നത്? അഡ്വക്കേറ്റ് നന്ദിതാഹരൻ. എല്ലാ കാര്യങ്ങളും താൻ അവളോട് വിളമ്പി. സുധി ഇപ്പൊ കാമുകിയുടെ പിന്നാലെയാണെന്ന്. ഇനി എന്നെക്കുറിച്ച് പറയാൻ എന്തെങ്കിലും ബാക്കിയുണ്ടോ? എന്നിട്ട് സ്വന്തം കുറവുകൾ അങ്ങ് ഒളിപ്പിച്ചു വെച്ചു. എന്തേ അത് മാത്രം അങ്ങ് പറഞ്ഞില്ല? പറയാൻ പറ്റില്ല. മറ്റുള്ളവരെ പഴിക്കാൻ നടക്കുന്നവർ സ്വന്തം കുറവുകൾ മറച്ചു പിടിക്കും. സുധി പ്ലീസ്. സുധിയോട് സംസാരിക്കാൻ ഞാൻ നന്ദിതയെ ഏർപ്പെടുത്തിയിട്ടില്ല. നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മറ്റാർക്കും കഴിയില്ലെന്നുള്ള തിരിച്ചറിവുള്ളവളാ ഞാൻ. പിന്നെന്തിന് നന്ദിതയെ ഞാൻ അതിനെ ഏർപ്പാടാക്കണം? എന്നിട്ടാണോ എൻ്റെ അടുത്ത് അവൾ ഉപദേശമായിട്ട് വന്നത്? എന്നെ ഉപദേശിക്കാൻ എന്ത് യോഗ്യത അവൾക്കുള്ളത്? ഒരു കുടുംബജീവിതം നയിക്കാൻ കഴിയാത്തവളാ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇങ്ങനെ ഇടപെടുന്നത്. സുധിയെപ്പറ്റി മോശമായി ഒന്നും ഞാൻ നന്ദിതയോട് പറഞ്ഞിട്ടില്ല. പിന്നെ അവൾ എന്റെ മുഖത്ത് നോക്കി ചോദിച്ചതോ ഞാനും അർച്ചനയും തമ്മിലുള്ള ബന്ധം? അതെന്താ അവൾ സ്വപ്നം കണ്ടതാണോ? സുധി സ്വയം അധപ്പതിക്കുമ്പോഴാ പലരും പലതും മനസ്സിലാക്കുന്നേ. ബാറിൽ നിന്ന് സുധി ഇറങ്ങി വരുന്നത് നന്ദിത കണ്ടു. സുധിക്ക് എന്ത് പറ്റിയെന്ന് അവൾ എന്നോട് ചോദിച്ചു. ഞാനെന്ത് ഉത്തരം പറയും? അവൾ ഓരോന്ന് കുത്തി കുത്തി ചോദിച്ചപ്പോ ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. അപ്പോ കുറച്ചൊക്കെ എനിക്ക് അവളോട് പറയേണ്ടി വന്നു. പക്ഷെ അതവള് സുധിയോട് വന്ന് പറയുമെന്ന് ഞാൻ കരുതിയില്ല. അല്ലെങ്കിൽ തന്നെ അത് കേട്ടിട്ട് സുധി എന്തിന് വയലന്റ് ആവുന്നേ? അർച്ചനയെ കണ്ടെത്തി കഴിഞ്ഞ ഒന്നിച്ച് ജീവിക്കാൻ തയ്യാറെടുത്തിരിക്കുകയല്ലേ സുധി? ഈ കളർ അച്ചുവച്ചിക്ക് നന്നായി ചേരും. പണ്ട് ഈ കളറിൽ അച്ചുവച്ചിക്ക് ഒരു സാരി ഉണ്ടായിരുന്നു, നീ ഓർക്കുന്നോ? എങ്ങനെ മറക്കാന്? 3 ചുരിദാറും ആ സാരിയും കൊണ്ട് എത്ര വർഷം അച്ചുവെച്ച് ജീവിച്ചത്. ഉടുത്തൊടുത്തൊടിയിൽ പിഞ്ചി കീറിയിട്ടാ അത് കളഞ്ഞത്. ഓണത്തിന് പോലും നമുക്ക് ഡ്രസ് എടുക്കുമ്പോ അച്ഛനൊരു കർച്ചീഫ് പോലും അച്ചുവെച്ചിക്ക് വാങ്ങിക്കൊടുത്തിട്ടില്ല. നീ പറഞ്ഞതൊക്കെ നേരാ മോളെ. അന്നും ഇന്നും അച്ചുവെച്ചിക്ക് അതിലൊരു പരാതിയില്ല. അച്ചുവെച്ചിയുടെ പണം കൊണ്ട് വാങ്ങിയതാണെങ്കിലും നീ ഇത് കൊടുക്കുമ്പോ അച്ചുവെച്ചിയുടെ കണ്ണ് നിറയും. കൊടുക്കുന്നതും വാങ്ങുന്നതും എല്ലാവർക്കും കഴിയുന്ന കാര്യമല്ല, അതിനൊരു മനസ്സ് വേണം. നിങ്ങൾ ഇതൊക്കെ എടുത്തു വെച്ചിട്ട് ഉറങ്ങാൻ നോക്ക്. അച്ചുവച്ചിയാ? അച്ചുവച്ചി, നിങ്ങൾ ഉറങ്ങിയോന്ന് സംശയിച്ചാ ഞാൻ വിളിച്ചത്. അച്ചുവച്ചി വിളിക്കട്ടെ എന്ന് കരുതിയാ ഞാനും ശല്യപ്പെടുത്താതിരുന്ന്. ഡ്രസ് എടുക്കാൻ പോയില്ലേ? പോയി. ഡ്രസ്സൊക്കെ എടുത്തു. വിവാഹസാരി ഏത് കളറാ മോളെ? മെറൂൺ. മോൾക്കത് നന്നായി ചേരും. എത്ര രൂപയായി? 4500 രൂപ. വില കൂടിപ്പോയെന്ന് അമ്മ ശകാരിച്ചു. കൊള്ളാം. കുഞ്ഞമ്മ പിന്നെ എന്താ കരുതിയത്? ഒരു 7000 രൂപയൊക്കെ ആവുന്ന ഒരു സാരി വാങ്ങായിരുന്നു മോൾക്ക്. ഞാനത് പറഞ്ഞിരുന്നല്ലേ. എനിക്കിത് തന്നെ വില കൂടിപ്പോയതായിട്ടാ തോന്നുന്നത്. കണ്ടുമോഹിച്ചപ്പോ എടുത്തു പോയതാ. വിവാഹം ജീവിതത്തിൽ ഒരിക്കലല്ലേ ഉള്ളു മോളെ. ഓഡിറ്റോറിയം കിട്ടാത്തതുകൊണ്ടാ നമ്മൾ അമ്പലത്തിൽ വെച്ച് നടത്തുന്നത്. എന്നാലും ഒരു കുറവും വരാതെ വേണം ആ ചടങ്ങ് നടത്താൻ. ഫോണിങ് തന്നെ. അച്ചുവച്ചി. മോളെ. അച്ചുവച്ചി എപ്പോഴാ വരുന്നത്? ഇനി കൂടുതൽ ദിവസമില്ല. നാളെ വരാനാ ഞാൻ നോക്കുന്നേ. വന്നാ കല്യാണം കഴിഞ്ഞല്ലേ പോവൂ? ഇടയ്ക്കൊന്നും ഇങ്ങോട്ട് വരേണ്ടി വരും മോളെ. എന്താ അച്ചുവച്ചി? അത് പിന്നെ ദേസി മാഡം വീട് ഒഴിയുമെന്ന് കേൾക്കുന്നു. അവരുടെ ഹസ്ബൻഡ് പെട്ടെന്ന് തന്നെ വരും. അവര് പോകുന്നതിന് മുൻപ്
വീടിന്റെ വാടക ഷീറ്റ് എന്റെ പേരിൽ എഴുതി വാങ്ങണം. എന്നാ മോള് വെച്ചോ, രാത്രി ഒരുപാടായില്ലേ. അച്ചുവേച്ചി എത്ര സന്തോഷത്തിലാ സംസാരിക്കുന്നെ. പുറമേ സന്തോഷം ഭാവിക്കുന്നതല്ലേ. അതിനിപ്പോ സങ്കടപ്പെടാൻ എനിക്ക് എന്താ ഉള്ളത്? അച്ചുവേച്ചിക്ക് ഒന്നും മറക്കാൻ കഴിയില്ലെന്ന് എനിക്കറിയാം. മതി മോളെ, ഇതുവരെ ആരും അറിയാതെ എല്ലാം ഒളിപ്പിച്ചു വെച്ചു. നിന്റെ മനസ്സിൽ നിന്ന് ഇനി ഒന്നും വീണു പോവരുത്. എന്നാ മോൾ ഫോൺ വെച്ചു. ശരി അച്ചുവേച്ചി. അമ്മേ, അതാണ് അർച്ചന. അർച്ചന, ഇതാണ് എൻ്റെ അമ്മ, ഇന്ദിര ടീച്ചർ. സാർ അമ്മയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. മോളെ കണ്ടതിൽ വലിയ സന്തോഷമുണ്ട്. ഇവന് വീട്ടിൽ വന്ന് പറയാൻ അർച്ചനയുടെ വിശേഷങ്ങൾ മാത്രമേ ഉള്ളൂ. എന്തായാലും അമ്പലത്തിൽ വെച്ച് തന്നെ കാണാൻ പറ്റിയല്ലോ. എനിക്ക് വലിയ സന്തോഷമായി. ഈശ്വരഭക്തി ഉണ്ടല്ലോ. ഞാൻ ഇടയ്ക്കിടെ ഈ അമ്പലത്തിൽ വരാറുണ്ട്. ഇന്ന് അവധി ദിവസം ആയതുകൊണ്ടാണ് ഇവനെയും കൂട്ടി വന്നത്. മോളെന്താ ഒന്നും മിണ്ടാത്തത്? ഒന്നുമില്ലമ്മേ. അനിയത്തിക്കുട്ടിയുടെ കല്യാണമൊക്കെ ഉറപ്പിച്ചല്ലേ? ആ അതെ, ഈ 14-ാം തീയതിയാ. ആദ്യം നടക്കേണ്ടിയിരുന്നത് മോടെ കല്യാണമല്ലേ? അത് പിന്നെ അവളുടെ കല്യാണം എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് എന്തോ ഉള്ളൂ. ഭാഗ്യത്തിനാ നല്ലൊരു പയ്യനെ കണ്ടെത്താനായത്. പിന്നെ അത് എത്രയും വേഗം നടത്തുകയല്ലേ വേണ്ടത്. ദൈവാധീനം കൊണ്ട് ഉടനെ അത് നടക്കാൻ പോകുന്നു. അത് തന്നെ ആദ്യം നടക്കട്ടെ. മോടെ കാര്യത്തിൽ പിന്നീട് തടസ്സങ്ങളൊന്നുമില്ലല്ലോ. മോളെ ഒന്ന് കാണാൻ ഒത്തിരി ആഗ്രഹിച്ചതാ ഞാൻ. എന്നാ ഞാൻ പോട്ടെ അമ്മേ. ശരി മോളെ. അമ്മയ്ക്ക് അവളെ ഇഷ്ടപ്പെട്ടോ? ഇതുപോലൊരു പെണ്ണിനെ കണ്ട ആർക്കാ മോനെ ഇഷ്ടപ്പെടാത്തത്? അവിടെ പെരുമാറ്റം എനിക്ക് കൂടുതൽ ഇഷ്ടമായത്. വെറുതെ അല്ല എൻ്റെ മോൻ്റെ മനസ്സിൽ അവൾ കയറിപ്പറ്റിയത്. നമുക്കവളെ വേണം മോനെ. നിന്നേക്കാൾ ഞാനായിപ്പോൾ കൂടുതൽ ആഗ്രഹിക്കുന്നത് അർച്ചന തന്നെ ആകണം എൻ്റെ മരുമകള്. വാ. ഞാനത് ചോദിച്ചതിൽ എന്ത് തെറ്റാ നിരഞ്ജന ഉള്ളത്? കണ്ടുമുട്ടിയൊരു സാഹചര്യത്തിൽ ഞാനത് ചോദിച്ചു. പക്ഷേ കാര്യങ്ങൾ ഈ വഴിക്ക് പോകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്റെ വാക്കുകളെ അടിച്ചമർത്തി ആധിപത്യം സ്ഥാപിക്കാനാ സുധി ശ്രമിച്ചത്. സുധിയെപ്പോലൊരാളെ നിരഞ്ജന എങ്ങനെ സഹിക്കുന്നു? സുധിക്കത് വല്ലാതെ ഫീൽ ചെയ്തു. നിരഞ്ജന ഇപ്പോഴും സുധിയെ പ്രൊട്ടക്ട് ചെയ്താ സംസാരിക്കുന്നത്. അതിന് കാരണം എന്താണെന്ന് എനിക്കറിയാം. ആ കുഞ്ഞു തന്നെ. കുഞ്ഞായി കഴിയുമ്പോഴാ ഒരു പെണ്ണ് ഒരു പുരുഷന് അടിമയായി പോകുന്നത്. അവന്റെ വിജയം അത് തന്നെ. സ്വന്തം ഇച്ഛയ്ക്കൊത്ത് ജീവിക്കാം. നിരഞ്ജന എപ്പോഴും സുധിയെ സപ്പോർട്ട് ചെയ്യാനുള്ള കാരണവും അത് തന്നെയാ. എനിക്കതിനല്ലേ കഴിയൂ. ഇതൊരു കീഴടങ്ങലാണ്. എന്തുകൊണ്ട് നിരഞ്ജന പ്രതികരിക്കുന്നില്ല? സുധിക്ക് അച്ഛനുണ്ട്, അമ്മയുണ്ട്. അതുമാത്രമല്ല, ഒരു ജസ്റ്റിസിന്റെ മകൾ കൂടിയാണ് നിരഞ്ജന. നിങ്ങളെല്ലാരും കൂടി വിചാരിച്ചാൽ സുധിയെ നിലയ്ക്ക് നിർത്താൻ കഴിയും. ഇതെല്ലാരും ഇടപെട്ട് കഴിഞ്ഞ കാര്യമാണ്. മറ്റൊരു പെണ്ണിനൊപ്പം സുധി ജീവിച്ചു തുടങ്ങിയാലല്ലേ അവർക്ക് കൂടുതൽ ഇടപെടാൻ പറ്റൂ. ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അതൊന്നുമല്ല. അവളിപ്പോഴും അവിവാഹിതയാണെന്ന് മാത്രം സുധിക്കറിയാം. അവളെ കണ്ടെത്താനുള്ള ഓട്ടത്തില്ല സുധി. കേട്ടിട്ട് സത്യത്തിൽ എനിക്ക് സഹതാപ തോന്നുന്നത്. ഒരു പുരുഷൻ ഇത്രയ്ക്ക് അധപതിക്കാൻ പറ്റുമോ? ഒരു ഭാര്യയ്ക്ക് ഇതെങ്ങനെ സഹിക്കാൻ കഴിയും?
നിരഞ്ജന ഇപ്പോഴും വീട്ടിലേക്ക് മടങ്ങി പോവാത്തതിലാണ് ഞാൻ അത്ഭുതപ്പെടുന്നത്. എനിക്കങ്ങനെ പോവാൻ കഴിയില്ല. സത്യത്തിൽ ദാമ്പത്തിക ജീവിതം തുടങ്ങി 3-4 വർഷം കഴിഞ്ഞിട്ട് വേണം ഒരു കുഞ്ഞിനെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങാൻ. നിരഞ്ജന അല്പം ധൃതി കാണിച്ചു. അല്ലായിരുന്നെങ്കിൽ നിരഞ്ജനയ്ക്ക് ഇന്നീ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു.